ഹലോ എവരി വൺ, നീറ്റിസിയിലേക്ക് സ്വാഗതം. പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ പ്ലാൻ കിങ്ഡത്തിലെ 4 ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു ടാബുലർ കോളം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ആൽഗയുടെ പ്ലാൻ ബോഡി താലോയിഡ് ആണ്, അതായത് ഇവർ താലോഫൈറ്റ്സ് ആണ്. വാസ്കുലർ ടിഷ്യൂസ് ഇല്ല, മോസ്റ്റ്ലി അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഡോമിനന്റ് പ്ലാൻ ബോഡി ഗമറ്റോഫൈറ്റ് ആണ്. റൈസോയിഡ്സ് അല്ലെങ്കിൽ റൂട്ട്സ് ആബ്സെന്റ് ആണ്, സ്റ്റെംസും ലീവ്സും ഒക്കെ ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ് താലോയിഡ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സും താലോയിഡ് ബോഡിയാണ്. വാസ്കുലർ ടിഷ്യൂസ് ഇല്ല, മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡഡ് പ്ലേസസിലാണ് കാണപ്പെടുന്നത്. ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് ഗമറ്റോഫൈറ്റ് ആണ്. ഇവിടെ റൈസോയിഡ്സ് ഉണ്ട്, അതുപോലെ ലീഫ് ലൈക്ക് ആൻഡ് സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെറിഡോഫൈറ്റ്സിന് റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഉണ്ട്. വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. ഇവരും കൂൾ ആൻഡ് ഡാം ഷെയ്ഡി പ്ലേസസിലാണ് കാണപ്പെടുന്നത്. ഡോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് സ്പോറോഫൈറ്റ് ആണ്. ട്രൂ റൂട്ട്സ് ഉണ്ട്, ട്രൂ സ്റ്റെംസ് ഉണ്ട്, ട്രൂ ലീവ്സ് ഉണ്ട്. ഈ ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിനും വാട്ടറിൻ്റെ ഹെൽപ്പിലൂടെ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വാട്ടറുള്ള ഏരിയയിൽ മാത്രമായിട്ട് ലിമിറ്റഡ് ആയി പോയിട്ടുണ്ട്. അടുത്തതാണ് ജിംനോസ്പേംസ്. ഇവർക്കും ഒരു റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഉണ്ട്. ട്രൂ റൂട്ട്സും സ്റ്റെംസും ലീവ്സും ഒക്കെ ഉണ്ട്. വാസ്കുലർ ടിഷ്യൂസ് പ്രസൻ്റ് ആണ്. ഇവർ കരയിലാണ് കാണപ്പെടുന്നത്. ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഇനി ആൽഗയിൽ സ്പോറോഫൈറ്റ് ഫേസ് അത്ര ഡിഫറൻഷിയേറ്റഡ് അല്ല. ഇവർ സ്പോർസ് ഒക്കെ സ്പൊറാഞ്ചിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സീഡ്സ് ഇല്ല, ഫ്ലവേഴ്സ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല. ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം. ബ്രയോഫൈറ്റ്സിൻ്റെ കാര്യത്തിൽ സ്പോറോഫൈറ്റ് ഗമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപ്സ്യൂളിൻ്റെ അകത്താണ്. സീഡ്സ്, ഫ്ലവർ, ഫ്രൂട്ട് എല്ലാം ആബ്സെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം. ടെറിഡോഫൈറ്റ്സിലാണെങ്കിൽ സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ ഡോമിനൻറ്റും ആണ്. ഡോമിനൻ്റ് ആണ് സ്പോറോഫൈറ്റ്, അവർ ഇൻഡിപെൻഡൻറ്റും ആണ്. സ്പോർസ് സ്പൊറാഞ്ചിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പൊറാഞ്ചിയ സ്പോറോഫിൽസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീഡ്സും ഫ്രൂട്ടും ഫ്ലവറും ഒക്കെ ആബ്സെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം. ജിംനോസ്പേംസിലും സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻറ്റും ഡോമിനൻറ്റും ആണ്. ഇനി ഇതിൽ സ്പൊറാഞ്ചിയ കാണപ്പെടുന്നത് സ്പോറോഫിൽസിനകത്താണ്. ഈ സ്പോറോഫിൽസ് സ്പൈറലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനെയാണ് കോൺസ് അല്ലെങ്കിൽ സ്ട്രോബിലി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് സീഡ്സ് ഉണ്ട്, പക്ഷേ അത് നേക്കഡാണ്. ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഇല്ല. ഫെർട്ടിലൈസേഷന് വാട്ടറിൻ്റെ ആവശ്യമില്ല. ഇനി ഗമീറ്റ്സിനെ പറ്റിയാണ്. ആൽഗയിലെ മെയിൽ ഗമീറ്റ്സ് സാധാരണ മോട്ടയിലാണ്. ബ്രയോഫൈറ്റ്സിലും മോട്ടയിലാണ്, ടെറിഡോഫൈറ്റ്സിലും മോട്ടയിലാണ്. പക്ഷെ ജിംനോസ്പേംസിൽ മോട്ടയിൽ അല്ല, നോൺ മോട്ടയിലാണ്. ഇത് പോളൻ ട്യൂബിലൂടെയാണ് ക്യാരി ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസിലൂടെ ഇത് ആർക്കിഗോണി അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് ആ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പോളൻ ട്യൂബ് എന്നും പറഞ്ഞ് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് എഗ്ഗിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ആൽഗയുടെ എക്സാമ്പിൾസ് സ്പൈറോഗൈറ, ഉളോത്രിക്സ്, വോൾവോക്സ്, ലാമിനാരിയ, സർഗാസം, പോർഫൈറ, പോളിസിഫോണിയ. ബ്രയോഫൈറ്റ്സ് മാർച്ചാൻഷ്യ, ഫ്യൂണേറിയ, സ്വാഗ്നം. ടെറിഡോഫൈറ്റ്സ് സെലാജിനെല്ല, സാൽവിനിയ, ഇക്വിസെറ്റം, ടെറിസ്. ജിംനോസ്പേംസ് സൈക്കസ്, പൈനസ്, ജിങ്കോ. ഇനി MCQs ആണ്. Which of the following sets correctly represent the dominant photosynthetic pigment and reserve food material? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റും റിസർവ് ഫുഡ് മെറ്റീരിയലും ഏതിലാണ് കറക്റ്റായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നത്? ക്ലോറോഫൈസിയെ, ക്ലോറോഫിൽ AD, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇത് തെറ്റാണ്. അടുത്തത് ഫിയോഫൈസിയെ, ക്ലോറോഫിൽ AC, ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. കറക്റ്റാണ്. ഫിയോഫൈസിയയിൽ ക്ലോറോഫിൽ Aയും Cയും ആണുള്ളത്. അതുപോലെ സ്റ്റോർഡ് ഫ്ലൂഡ് ലാമിനാരിനും മാനിറ്റോളും ആണ്. റോഡോഫൈസിയുടെ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സോ ഓപ്ഷൻ ബി ആണ്
കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സീഡ് ഹാബിറ്റ് ഈസ് കൺസിഡേർഡ് ടു ഹാവ് ഇവോൾവ് ബിക്കോസ്. സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു എവല്യൂഷൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഹോമോസ്പോറി ഈസ് കോമൺ ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിൽ ഹോമോസ്പോറി കോമൺ ആയതുകൊണ്ട്. ഹെറ്ററോസ്പോറി ആൻഡ് റിറ്റൻഷൻ ഓഫ് മെഗാസ്പോർ ഒക്കർ ടുഗദർ. ഹെറ്ററോസ്പോറിയും അതുപോലെ മെഗാസ്പോറ് ഈ പ്ലാൻ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതും ഇത് രണ്ടും, അതായത് ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതും ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നതുകൊണ്ട്. അടുത്തത് ആർക്കിഗോണിയ ഡിസപ്പിയർ. ഗമറ്റോഫൈറ്റ് ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ്. ഗമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. കാരണം ഹെറ്ററോസ്പോറി, അതായത് രണ്ട് ടൈപ്പ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ മെഗാസ്പോറിൻ്റെ റിറ്റൻഷൻ നടക്കുന്നു. അതായത് മെഗാസ്പോറ് ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ വെച്ച് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് സീഡ് ഹാബിറ്റിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടെറിഡോഫൈറ്റ്സ് ആർ ദ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് പോസസിങ് വാസ്കുലർ ടിഷ്യൂസ്. ടെറിഡോഫൈറ്റ്സ് ആണ് ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സ്, അതായത് സൈലം, ഫ്ലോയ എന്നിങ്ങനെയുള്ള വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ആദ്യത്തെ കരയിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ടെറിഡോഫൈറ്റ്സ് ആണെന്ന്. കറക്റ്റാണ്. റീസൺ, ദേ പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ്. ടെറിഡോഫൈറ്റ്സ് ഫ്ലവേഴ്സും സീഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റോങ് ആണ്. സോ അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫോൾസ് ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. സെലാജിനെല്ല, ഫസ്റ്റ് കോളത്തിൽ സെലാജിനെല്ല, സൈക്കസ്, പൈനസ്, ഫ്യൂണേറിയ. സെക്കൻഡ് കോളത്തിൽ കോറലോയിഡ് റൂട്ട്സ്, ഹെറ്ററോസ്പോറി, മൈക്കോറൈസ, പ്രോട്ടോണിമ. അപ്പോൾ സെലാജിനെല്ല നമുക്കറിയാം ഹെറ്ററോസ്പോറി, രണ്ട് ടൈപ്പ് സ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്. സൈക്കസിന് എന്താണുള്ളത്? കോറലോയിഡ് റൂട്ട്സ്. അവിടെയാണ് നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയയുമായിട്ടുള്ള അസോസിയേഷൻ കാണപ്പെടുന്നത്. ഇനി അടുത്തത് പൈനസ് എന്ന് പറയുന്നത് എന്താ? ഫംഗസുമായിട്ടുള്ള അസോസിയേഷൻ കാണിക്കുന്നുണ്ട്, അതായത് മൈക്കോറൈസ, ഫ്യൂണേറിയ, പ്രോട്ടോണിമ. അപ്പോൾ A2, B1, C3, D4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ഗ്രൂപ്പ്സ് ഷോസ് ഓൾ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് ഏത് പ്ലാന്റ് ഗ്രൂപ്പിനാണ്? ഫസ്റ്റ്, ഡോമിനൻറ്റ് ഫേസ് സ്പോറോഫൈറ്റ്. ഡോമിനൻറ്റ് ഫേസ് സ്പോറോഫൈറ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്. ഇൻഡിപെൻഡൻറ്റ് ഗമറ്റോഫൈറ്റ്. ഇൻഡിപെൻഡൻറ്റ് ഗമറ്റോഫൈറ്റിനെ കാണുന്നത് ടെറിഡോഫൈറ്റിലാണ്. ബ്രയോഫൈറ്റയുടെ ഗമറ്റോഫൈറ്റ് ആണ് മെയിൻ പ്ലാന്റ് ബോഡി. അപ്പോൾ ബ്രയോഫൈറ്റയ്ക്കും കാണുന്നുണ്ട്, അതുപോലെ ടെറിഡോഫൈറ്റ്സിനും കാണുന്നുണ്ട്. പക്ഷെ ജിംനോസ്പേംസിൽ ഗമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല, അത് സ്പോറോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. വാട്ടർ റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് വാട്ടർ ആവശ്യമാണ്. അത് ആർക്കൊക്കെയാണ്? ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിനുമാണ്. വാസ്കുലർ ടിഷ്യൂ പ്രസൻറ്റ്. വാസ്കുലർ ടിഷ്യൂസ് ഉള്ളത് ആർക്കൊക്കെയാണ്? ടെറിഡോഫൈറ്റ്സിനും ജിംനോസ്പേംസിനും. അപ്പോൾ പിന്നെ ആൻജിയോസ്പേംസിനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് ആർക്കാണ്? ടെറിഡോഫൈറ്റ്സിനാണ്. അപ്പോൾ ഓപ്ഷൻ സി, ടെറിഡോഫൈറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഫീച്ചർ ഫസ്റ്റ് അപ്പിയേഴ്സ് ഡ്യൂറിങ് ദ എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടെറിഡോഫൈറ്റ്സ്. അതായത് പ്ലാന്റ്സിൻ്റെ എവല്യൂഷനിൽ ടെറിഡോഫൈറ്റ്സിൽ ആദ്യം അപ്പിയർ ചെയ്യുന്ന ഫീച്ചർ ഏതാണ്? അതായത് ഈ ഫീച്ചർ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടെറിഡോഫൈറ്റ്സിലാണ്. പിന്നീട് അതിനുശേഷമുള്ള പ്ലാന്റ്സിൽ ഇത് കാണാൻ പറ്റും, പക്ഷേ ടെറിഡോഫൈറ്റ്സിന് മുമ്പുള്ള ഗ്രൂപ്പ്സിൽ ഈ ഫീച്ചർ കാണാൻ പറ്റില്ല. അത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? എംബ്രിയോ ഫോർമേഷൻ. എംബ്രിയോ ഫോർമേഷൻ ഉണ്ടോ? ടെറിഡോഫൈറ്റ്സിൽ ഇല്ല. സീഡ് ഫോർമേഷൻ, അതും ഇല്ല. വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, പോളിനേഷൻ ഇല്ല. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ടിലേക്ക്, ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അതും ഇല്ല. അപ്പം വാസ്കുലർ ടിഷ്യൂസ് ആണ്
ആദ്യമായിട്ട് ടെറിഡോഫൈറ്റ്സിൽ അപ്പിയർ ചെയ്തത്. 7th question. Which one possess the highest level of organization among the following? താഴെ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആരാണ്? അതായത് നമുക്കറിയാം പ്ലാന്റ്സിൽ ആൽഗെ, പിന്നെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് 5 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ആൽഗേക്ക ഹയർ ലെവലാണ് ബ്രയോഫൈറ്റ്സ്, അതിലും ഹയറാണ് ടെറിഡോഫൈറ്റ്, അവരെക്കാൾ ഹയറാണ് ജിംനോസ്പേംസ്, ഏറ്റവും ഹയറാണ് ആൻജിയോസ്പേംസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്. അപ്പോൾ മർച്ചാൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലിവർ വെർട്ടാണ്. മർച്ചാൻഷ്യ ഒരു ലിവർ വെർട്ടാണ്, അതായത് ഇത് ബ്രയോഫൈറ്റ്സിൽ വരുന്നതാണ്. സ്പൈറോഗൈറ എന്താ? സ്പൈറോഗൈറ ഒരു ആൽഗയാണ്. സെലാജിനെല്ല എന്ന് പറഞ്ഞാൽ ഒരു ടെറിഡോഫൈറ്റ് ആണ്. ഇനി വോൾവോക്സ് എന്താണ്? അതും ഒരു ആൽഗയാണ്. സോ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ടെറിഡോഫൈറ്റ് ആണ്, അതായത് ഓപ്ഷൻ സി സെലാജിനെല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് ലിസ്റ്റിൽ വോൾവോക്സ്, സർഗാസം, പോർഫൈറ, ഫ്യൂണേറിയ. ലിസ്റ്റ് 2ൽ ബ്രൗൺ ആൽഗെ, ഗ്രീൻ ആൽഗെ, റെഡ് ആൽഗെ, മോസ്. ഇത്രയാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വോൾവോക്സ് എന്തിന് എക്സാമ്പിളാണ്? ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിളാണ്. അപ്പോൾ A2 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? A2 വരുന്നത് എയും ഉണ്ട്, സിയും ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് B1 ആണോ B3 ആണോ എന്നാണ്. അപ്പോൾ സർഗാസം എന്ന് പറയുന്നത് എന്താണ്? ബ്രൗൺ ആൽഗെ ആണോ റെഡ് ആൽഗെ ആണോ? സർഗാസം ബ്രൗൺ ആൽഗെയാണ്. പോർഫൈറയാണ് റെഡ് ആൽഗെ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫ്യൂണേറിയ ഒരു മോസുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 9th question. Which one of the following combinations is entirely correct? താഴെ കുറച്ച് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? മോസസ്, പ്രോട്ടോണിമ ആബ്സെന്റ്, സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ്. അപ്പോൾ മോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രയോഫൈറ്റ്സിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രോട്ടോണിമ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഗാമറ്റോഫൈറ്റിൻ്റെ ഒരു സ്റ്റേജാണ്, ഫസ്റ്റ് സ്റ്റേജാണ് പ്രോട്ടോണിമ. അപ്പോൾ ഇവിടെ ശരിക്കും പ്രോട്ടോണിമ പ്രസൻ്റ് എന്നാണ് വരേണ്ടത്. അതേപോലെ തന്നെ സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻറ്റ്. ബ്രയോഫൈറ്റ്സിലൊക്കെ ഗാമറ്റോഫൈറ്റ് ആണ് മെയിനായിട്ടുള്ള ബോഡി. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അടുത്ത ലിവർ വേർഡ്സും ബ്രയോഫൈറ്റിൽ വരുന്നതാണ്. ഇതിൽ ജെമ്മ കപ്സ് ഉണ്ട്, കറക്റ്റ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ജെമ്മ കപ്സ്. ഇതിൽ നിന്നാണ് ജെമ്മ പേരന്റ് ബോഡിയിൽ നിന്ന് അടന്നു പോയിട്ട് അതാണ് അസെക്ഷൽ ബഡ്, എന്നിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് വളരുന്നത്. ഇവരുടെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ടെറിഡോഫൈറ്റ്സ്, ഇവിടെ ഗാമറ്റോഫൈറ്റ് ഡോമിനൻ്റ് എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻ്റ്. സീഡ്സ് ആബ്സെൻറ്റ്, സീഡ്സ് ഇല്ല, അത് കറക്റ്റാണ്. പക്ഷേ ഗാമറ്റോഫൈറ്റ് ഡോമിനൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ജിംനോസ്പേംസിൽ ഫ്ലവേഴ്സ് ആബ്സെൻ്റ് എന്ന് പറയുന്നത് ഇത് കറക്റ്റാണ്. ഫ്രൂട്ട്സ് പ്രസൻറ്റ്, അത് തെറ്റാണ്, ഫ്രൂട്ട്സ് ഇല്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സീക്വൻസ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഡ്യൂറിങ് പ്ലാന്റ് എവല്യൂഷൻ? അതായത് ഇവിടെ 4 ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് എവല്യൂഷനിൽ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? അതിനനുസരിച്ച് കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കുക. വാസ്കുലർ ടിഷ്യൂസ്, നേക്കഡ് സീഡ്സ്, ഡോമിനൻറ്റ് സ്പോറോഫൈറ്റ്, ട്രൂ റൂട്ട്സ്. ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ്? സ്പോറോഫൈറ്റ് ഡോമിനൻ്റ് ആവുകയാണ് ആദ്യം ചെയ്തത്. ആദ്യം എന്താണ്? സ്പോറോഫൈറ്റ് ഡോമിനൻ്റ് ആയി. അതിനുശേഷമാണ് വാസ്കുലർ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ആദ്യം സ്പോറോഫൈറ്റ് ഫോം ചെയ്തു, അതിനുശേഷം വാസ്കുലർ ടിഷ്യൂസ് ഫോം ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു? റൂട്ട്സ് ഫോം ചെയ്തു, അതിനുശേഷം ലാസ്റ്റാണ് നേക്കഡ് സീഡ്സ് ഉണ്ടായത്. അതായത് ആദ്യം സ്പോറോഫൈറ്റ് ഡോമിനൻ്റ് ആയി. ടെറിഡോഫൈറ്റ്സിലൊക്കെ സ്പോറോഫൈറ്റ്സ് ഡോമിനൻ്റ് ആണ്. ടെറിഡോഫൈറ്റ്സിൽ തന്നെ വാസ്കുലർ ടിഷ്യൂ ഉണ്ട്.
അതിനുശേഷം ട്രൂ റൂട്ട് വന്നു. ആൽഗയ്ക്കും ബ്രയോഫൈറ്റ്സിനും ട്രൂ റൂട്ട്സ് ഇല്ല. ടെറിഡോഫൈറ്റ്സിലാണ് ട്രൂ റൂട്ട്സും വന്നത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ജിംനോസ്പേംസിലാണ് നേക്കഡ് സീഡ്സ് വന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും. ഈ വാസ്കുലർ ടിഷ്യൂസും ഡോമിനൻറ്റ് സ്പോറോഫൈറ്റും ട്രൂ റൂട്ട്സും എല്ലാം ടെറിഡോഫൈറ്റ്സിലുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓർഡർ വേറെ രീതിയിലും പറയാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഡോമിനൻറ്റ് സ്പോറോഫൈറ്റ് 3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ 3 കഴിഞ്ഞ് നമ്മൾ 4 ആണ് പറയുന്നതെങ്കിൽ പിന്നീട് നേക്കഡ് സീഡ്സാണ് വരുന്നത്. അപ്പം നേക്കഡ് സീഡ്സ് ജിംനോസ്പേമിലാണ് വരുന്നത്. പക്ഷേ വാസ്കുലർ ടിഷ്യൂസ് ടെറിഡോഫൈറ്റ്സിലുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഫോട്ടോസിന്തറ്റിക് സ്പോറോഫൈറ്റ് ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ. ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോട്ടോസിന്തറ്റിക് സ്പോറോഫൈറ്റ് ഏത് ഗ്രൂപ്പിലാണ് അപ്പിയർ ചെയ്യുന്നത്? അതായത് സ്പോറോഫൈറ്റ് ഏത് ഗ്രൂപ്പിലാണ് ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ് ബോഡിയായിട്ട് വളരുന്നത് ആദ്യമായിട്ട്? അത് ടെറിഡോഫൈറ്റ്സിലാണ്. ജിംനോസ്പേംസിലും സ്പോറോഫൈറ്റ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പ്ലാന്റ് ബോഡി. പക്ഷേ ടെറിഡോഫൈറ്റ്സിലാണ് അത് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 12th question. Which statement best explains why bryophytes are called the amphibians of plant kingdom? ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ദേ ഒക്കർ ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് ഓൺലി. അവർ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ടാണ്. അല്ല. കാരണം ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ദെയർ സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ടർ. അവരുടെ സ്പോറോഫൈറ്റ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ല, അതുമല്ല കറക്റ്റ് ആൻസർ. ദേ റിക്വയർ വാട്ടർ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡെസ്പൈറ്റ് ബീയിങ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അതായത് ഇവർക്ക് കരയിൽ വളരാൻ പറ്റുമെങ്കിൽ പോലും സെക്ഷുവൽ റീപ്രൊഡക്ഷന് വാട്ടർ വേണം. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. കാരണം ഇവർ ടെറസ്ട്രിയലായിട്ടും വളരുന്നുണ്ടെങ്കിലും ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആ ആന്ത്രോസോയിഡ്സിനെ ആർക്കിഗോണിയത്തിൻ്റെ അകത്തേക്ക് എത്തിക്കണമെങ്കിൽ വാട്ടറിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അടുത്തത് അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷൻ. ദ സ്പോറോഫൈറ്റ് ഓഫ് ബ്രയോഫൈറ്റ്സ് ഈസ് ന്യൂട്രീഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗെമറ്റോഫൈറ്റ്. അതായത് ബ്രയോഫൈറ്റ്സിൽ ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. സ്പോറോഫൈറ്റിൽ നിന്നാണ് ഗെമറ്റോഫൈറ്റ് ന്യൂട്രീഷൻ എടുക്കുന്നത്. ഇത് കറക്റ്റാണ്. അടുത്തത് ബ്രയോഫൈറ്റ്സ് ലാക്ക് വാസ്കുലർ ടിഷ്യൂസ്. ബ്രയോഫൈറ്റ്സിന് വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. ഇതും കറക്റ്റാണ്. കാരണം വാസ്കുലർ ടിഷ്യൂസ് ആദ്യം അപ്പിയർ ചെയ്തത് ടെറിഡോഫൈറ്റ്സിലാണ്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ. The female gametophyte in heterosporous pteridophytes develop within megaspore. അതായത് ടെറിഡോഫൈറ്റ്സിലെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് മെഗാസ്പോറിനുള്ളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കറക്റ്റാണ്. കാരണം ഇതാണ് പിന്നീടുള്ള സീഡ് ഡെവലപ്മെൻറ്റിന്, സീഡ് ഹാബിറ്റിന് ഒരു വഴി തെളിക്കുന്നത്. ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ടെറിഡോഫൈറ്റ്സിൻ്റെ മെഗാസ്പോറിനുള്ളിൽ തന്നെയാണ് ഡെവലപ്പ് ആവുന്നത്. Reason. Megaspore is retained inside megasporangium in these plants. ഈ പ്ലാന്റ്സിൽ മെഗാസ്പോറാഞ്ചിയത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് മെഗാസ്പോറിനുള്ളിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ റീസണും കറക്റ്റാണ്, അസേർഷനും കറക്റ്റാണ്. അതുപോലെ റീസൺ കറക്റ്റായിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ. Alternation of generation occurs in algae, bryophytes, pteridophytes and gymnosperms.
അതായത് ആൽഗയിലും ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ജിംനോസ്പേംസിലും ഓൾട്ടർനേഷൻസ് ഓഫ് ജനറേഷൻ അത് കാണിക്കുന്നുണ്ടെന്ന്. ഇത് കറക്റ്റാണ്. കാരണം നമ്മൾ പ്ലാൻ കിങ്ഡത്തെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു പ്ലാൻ കിങ്ഡത്തിലെ മെമ്പേഴ്സ് എല്ലാം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന കാര്യം കാണിക്കുന്നവരാണ്. ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ഗെമറ്റോഫൈറ്റിക് ഫേസും ഒരു സ്പോറോഫൈറ്റിക് ഫേസും ഉണ്ടായിരിക്കും. അപ്പോൾ റീസൺ എന്താണ്? ഓൾ ദീസ് ഗ്രൂപ്പ്സ് ഹാവ് ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് മൾട്ടി സെല്ലുലാർ ഫേസസ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. അതായത് ഇവരുടെ ലൈഫ് സൈക്കിൾ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ലൈഫ് സൈക്കിളിൽ ഒരു ഹാപ്ലോയിഡും ഒരു ഡിപ്ലോയിഡും ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. അതും കറക്റ്റാണ്. ഹാപ്ലോയിഡ് ഫേസാണ് ഗെമറ്റോഫൈറ്റ്, ഡിപ്ലോയിഡ് ഫേസാണ് സ്പോറോഫൈറ്റ്. അപ്പം ഇവരുടെ ലൈഫിൽ ഇങ്ങനെ രണ്ട് ഫേസസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. അതിൻ്റെ അസേർഷൻ്റെ എക്സ്പ്ലനേഷനാണ് റീസൺ. സോ ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും MCQs ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമല്ലോ. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.